കുടുംബജീവിതം ജീവസുറ്റതാക്കുന്നത് എഴുത്തും കലയുമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കലയും സംഗീതവും എഴുത്തുമില്ലെങ്കിൽ ജീവിതം വിരസമാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലത്ത് മനുഷ്യന്റെ കുടുംബജീവിതത്തെ ജീവസുറ്റതാക്കുന്നത് കലയും എഴുത്തുമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദക്ഷിണേന്ത്യൻ എഴുത്തുകാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തലമുറയ്ക്ക് അവകാശപ്പെട്ടത് ഈ തലമുറയ്ക്ക് നിഷേധിക്കരുത്. തലമുറകളിൽ നിന്ന് കഥകൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് അത് കിട്ടുന്നില്ല. എഴുത്തുകാരൻ ചെയ്യുന്നത് അവരുടേതായ പ്രത്യേക ഭൂമികയിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം നിലനിൽക്കണം. അതിന് സഹായിക്കുന്നത് പുസ്തകങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറയുന്നത് അത് നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ, ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ, പുസ്തകങ്ങളെക്കുറിച്ചറിയാൻ, കലയെക്കുറിച്ചറിയാൻ, സംഗീതത്തെക്കുറിച്ചറിയാൻ ഒക്കെയുള്ള വലിയ അവസരമാണ്. അത് മുടങ്ങാതെ 13 വർഷക്കാലം സംഘടിപ്പിച്ചു. 14ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വിഷ്ണുവിനെയും ശ്രീമതി കനകഹാമയെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. തമിഴ് സാഹിത്യകാരി ഡോക്ടർ C.S. ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. മന്ത്രി P.C. വിഷ്ണുനാഥ്, രാജ്യസഭാ എംപിയും സാഹിത്യകാരിയുമായ രാജ P. സൽമ, കവിയും തിരക്കഥാകൃത്തുമായ അൻവർ അലി, കെ. രാജഗോപാൽ, ഡോക്ടർ ചാർലി ചെറിയാൻ, കോശി സാമുവൽ, പമ്പ ഡയറക്ടറും ക്യൂറേറ്ററുമായ കനകഹാമ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തൃശൂർ ലിറ്റിൽ എർത്ത് സ്കൂൾ അവതരിപ്പിച്ച നാടകം, കവികളായ റഫീഖ് അഹമ്മദ്, B.K. ഹരിനാരായണൻ എന്നിവരുമായി സംവാദം, പോപ്പ് സിംഗർ പ്രാഞ്ജലി ബാർവയുടെ പ്രകടനം, ഗുജറാത്തി നോവലിസ്റ്റ് ബിണ്ടുബൻ ഭട്ടിന്റെ വായന, കെ. രാജഗോപാലിന്റെ കവിതാ അവതരണം, മാധുരി ഭാട്ടിയ, സൽമ എന്നിവരുടെ സാഹിത്യാവതരണം, ബാലസാഹിത്യത്തെക്കുറിച്ച് ദീപ ബൽസാവറിന്റെ അവതരണം, കൊച്ചി മുസിരിസ് ബിനാലെ ശില്പി റിയാസ് കോമുവുമായി സംവാദം എന്നിവ നടന്നു. പമ്പ സാഹിത്യോത്സവം നാളെ സമാപിക്കും.